PSC സഹചാരിയിലേക്ക് സ്വാഗതം. 2024 മാറിയിട്ടുള്ള പുതിയ SCERTയിലെ ക്ലാസ് 7 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 9 ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂടിയ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളിത് ഫുള്ള് കാണാനുള്ളൊരു ക്ഷമ ഉണ്ടാവണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമേഖലയാണ് ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിലെ. അതായത് ഭൂപടം എന്ന ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ആധുനിക സങ്കേതങ്ങളുമുണ്ട്. GIS, ഉപഗ്രഹാധിഷ്ഠിത വിദൂര സംവേദനം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ PSC ചോദിക്കുന്ന കുറേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാതെയും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടേബിളുകളും പോയിൻറ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ PSC ചോദിക്കുന്നത് ആയതുകൊണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേര് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അപ്പോൾ ഇത് നമ്മുടെ PSCൻ്റെ ജനറലായിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും സിലബസിലുള്ളൊരു ടോപ്പിക്കാണ് ഈ ഭൂപടം എന്ന് പറയുന്നത്. PSCൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, അല്ലേ, അതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ നിലവിൽ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലേ, ഗൂഗിൾ മാപ്പൊക്കെ. പിന്നെ മൂന്നാമത്തത് ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. ഇനി ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് നമ്മൾ സ്ഥലങ്ങൾ നോക്കാനുള്ളത്. ഒന്ന് വലതുവശത്തുള്ളത് മാപ്പ് എന്നാണ് അതിന് പറയുക, അല്ലേ, ഇടതുവശത്തുള്ളതിന് ഗ്ലോബ് എന്നാണ് പറയുക. രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഗ്ലോബിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാപ്പിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് ചിലപ്പം PSC ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്ന് പറയുന്നത് ഗ്ലോബാണ്, അല്ലേ, 3D ആയിട്ട് ഒരു ഗോളത്തിൻ്റെ ആകൃതിയിലുണ്ടാവും. ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം, അതായത് 2D ആയിട്ടുള്ള ചിത്രീകരണം, അതേതാണ്, മാപ്പാണ്. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം ഗ്ലോബാണ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് മാപ്പാണ്. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. അതായത് നമ്മുടെ ഗ്ലോബാണ് അതിൻ്റെ അതിൻ്റെ ഉത്തരം വരുന്നത്. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു, അത് മാപ്പിലാണ്. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു, അത് ഇതിലാണ്, ഗ്ലോബിലാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളാണെന്ന് ഓർത്തിരിക്കണം, അത് PSC ചോദിക്കാറുണ്ട്. അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളാണ് എന്നുള്ള പോയിന്റും ഓർത്തിരിക്കണം. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിക്കാം സ്റ്റേറ്റ്മെൻറ്റിൽ. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം. അത് മാപ്പാണ്, അല്ലേ. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഒരു വിവരങ്ങൾ കിട്ടണമെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ മാപ്പാണ് നമ്മൾ ഉണ്ടാക്കുക, അല്ലേ. ഇനി അടുത്തത് ഭൂപടങ്ങളുടെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്, അല്ലേ. ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ മാപ്പ്, അല്ലേ. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ. ഓക്കെ, പൂർണ്ണമായോ ആവാം അല്ലെങ്കിൽ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കും. ഇത്തരത്തിലുള്ള ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസൃതമായി ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഏതൊക്കെയാണ് ആ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നത്? ഒന്ന്, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം, ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കാം. രണ്ടാമത് എങ്ങനെ തരംതിരിക്കാം? ഭൂപടങ്ങൾ തയ്യാറായിരിക്കുന്ന അളവ് അഥവാ തോത്, ആ തോതിൻ്റെ അനുസരിച്ചിട്ടും നമുക്ക് ഭൂപടങ്ങളെ വേറെ പല പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഭൂപടങ്ങളുടെ ചരിത്രം നമുക്ക് നോക്കാം. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. ആ ഒരു വർഷം ഓർത്തിരിക്കുക. അതുപോലെ ആ BCE എന്നുള്ള ആ ഒരു മുമ്പിലുള്ള ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. മെസൊപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭൂപടം എന്ന് വിശ്വസിക്കുന്നത് BCE 2500 കാലഘട്ടത്തിലാണ്.
അത് എവിടെയാണ് കിട്ടിയത്? മെസൊപ്പൊട്ടേമിയയിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു കളിമൺ ഫലകത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ടോളമി എവിടെയുള്ള ശാസ്ത്രജ്ഞനാണ്? ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ്. അതുപോലെ ഭൗമശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം 2-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹം ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400-കളുടെ അടിസ്ഥാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. ഓക്കെ, അപ്പം CE 1400-കളുടെ അവസാനത്തിലാണ് അറ്റ്ലസ് വരുന്നത്. ഓക്കെ, അറ്റ്ലസ് അച്ചടിച്ച് വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ആദ്യം നമ്മൾ BCE 2500 ഇവിടെ വെറും CE 1400 എന്നുള്ളത് ഓർത്തിരിക്കുക, മാറിപ്പോകരുത്. രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, അതിനുശേഷം അവ കൊളംബസ്, ക്യാബട്ട്, മഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊന്നും ഓർത്തിരിക്കുക. ചിലപ്പം പ്രധാനപ്പെട്ട നാവികർ, പണ്ട് കാലത്തുണ്ടായിരുന്ന നാവികർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ പേരുകളൊക്കെ ചോദിക്കാം. ഓക്കെ, കൊളംബസും മഗല്ലനും ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി പരിചയം ഉണ്ടാവുക കണ്ടിട്ട്. ക്യാബട്ട്, ഡ്രേക്ക്, വെസ്പൂച്ചി ചിലപ്പം നമ്മൾ അധികം ഇവരെ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇവരൊക്കെ നാവികരായിരുന്നു. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ആര്? ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞർ. ഓക്കെ, ഗ്രീക്കുകാരുണ്ട്, അറബുകാരുണ്ട്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കാണപ്പെടുന്നു. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ടോളമിയുടെ ലോക ഭൂപടമാണ്. ഓക്കെ, അത് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി കുറച്ച് ഭൂപടങ്ങളെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ഓരോ ഭൂപടത്തിന് കൊടുക്കുന്ന തലക്കെട്ടുകളാണ്. ഓക്കെ, അതിൻ്റെ ധർമ്മം അനുസരിച്ചിട്ട് കൊടുക്കുന്ന പേരുകളാണ്. ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണെങ്കിൽ അവിടുത്തെ ജില്ലകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണെങ്കിൽ അവിടുത്തെ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഓരോ ഭൂഖണ്ഡത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്തും. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ? രാജ്യത്തിൻ്റെ ആകുമ്പോൾ സംസ്ഥാനങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ ഭൂഖണ്ഡങ്ങളാണെങ്കിൽ അതിലുള്ള വിവിധ രാജ്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നു. ഓക്കെ, അതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. ഓക്കെ, എന്നാൽ ഇനി ഈ ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണെന്ന് പറയൂ. ഭൂപടത്തിൻ്റെ ധർമ്മം അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണ്? ഒരു പ്രദേശത്തെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. മണ്ണ് ഭൂപടമാകുമ്പോൾ അവിടുത്തെ വ്യത്യസ്ത തരം മണ്ണുകളുടെ വിതരണത്തെ കാണിക്കുന്നു അല്ലേ? ഇപ്പോൾ ഭൂപ്രകൃതി ഭൂപടമാകുമ്പോൾ കേരളത്തിൻ്റെ ആകുമ്പോൾ പല പല ഭൂപ്രകൃതി ഉണ്ട് അല്ലേ? മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശത്തുണ്ട്. അങ്ങനെ 3 ഭൂപ്രകൃതിനെ കാണിക്കുന്നത് ആണെങ്കിൽ അതൊരു ഭൂപ്രകൃതി ഭൂപടമാണ്. ഓക്കെ, അപ്പോൾ ഭൂപടങ്ങളെ നമ്മൾ എന്താണ്, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ആ 2 ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളും എന്നും തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ ഭൂപടം നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഭൗതിക ഭൂപടം എന്താണ്? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ പറയുന്ന പേരാണ് ഭൗതിക ഭൂപടങ്ങൾ. ഓക്കെ, ഇനി അടുത്തത്
മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്, അത് ചോദിക്കാറുണ്ട്, ഏതാണ്? സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് ഓർത്തിരിക്കുക. ഉദാഹരണം രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം. ഓക്കെ, ഇതൊക്കെ കാണിക്കുന്ന ഭൂപടങ്ങളാണെങ്കിൽ ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് സാംസ്കാരിക ഭൂപടങ്ങളിലാണ് പെടുന്നത്. ഓക്കെ, അങ്ങനെ ഉദാഹരണങ്ങൾ തന്നിട്ടും ചോദിക്കാം. ഓക്കെ, അതുപോലെ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ, ഇതൊക്കെ ഏത് തരം എന്താണ്? ഈ സവിശേഷതകളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതിക ഭൂപടങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് പലതരം ഭൂപടങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും വേർതിരിച്ച് എഴുതുന്നുണ്ടാവും. അപ്പോൾ അത് PSCക്കും ചോദിക്കാം, ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഒറ്റയാൻ ആര് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഭൂപ്രകൃതി ഭൂപടം ഏതാണ്? അത് ഭൗതിക ഭൂപടമാണ്. മണ്ണ് ഭൂപടം ഭൗതികമാണ്. കാലാവസ്ഥ ഭൗതികമാണ്. നൈസർഗിക സസ്യജാല ഭൂപടം ഭൗതികമാണ്. നദീവ്യവസ്ഥാ ഭൂപടം ഏതാണ്? ഭൗതികമാണ്. എന്നാൽ രാഷ്ട്രീയ ഭൂപടം, ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, ഗതാഗത ഭൂപടം, ഈ അവസാനത്തെ 4 എന്താണ്? സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതൊരു ടേബിളാണ്. അതിൻ്റെ ഇടതുവശത്തുള്ള കോളത്തിൽ ഓരോ ധർമ്മങ്ങളും വലതുവശത്തുള്ള കോളത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഭൂപടങ്ങളുമാണ്. അത് ചേരുംപടി ചേർക്കാനാണ്. അപ്പം മഴയുടെ വിതരണം കാലാവസ്ഥാ ഭൂപടമാണ്. വനവിസ്തൃതി നൈസർഗിക സസ്യജാല ഭൂപടം. നെൽപ്പാടങ്ങളുടെ വിതരണം കാർഷിക ഭൂപടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. റോഡ് ശൃംഖല ഏതാണ്? ഗതാഗത ഭൂപടമാണ്. അടുത്തത് 2 മാപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിൽ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിൽ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. ആദ്യത്തെ മണ്ണാണ്, അതാണ് ചുവപ്പ് ഗ്രേ കളറിലൊക്കെ ഉള്ളത്. രണ്ടാമത്തത് നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണമാണ്, അതാണ് പച്ച കളറിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് നോക്കാം. ഈ 2 ഭൂപടങ്ങളിലുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണ് സങ്കല്പിക്കുക. എങ്കിൽ എന്താണ് സംഭവിക്കുക? ഫുൾ കൺഫ്യൂഷൻ ആവില്ലേ, നമുക്ക് മനസ്സിലാവില്ല. 2 ഭൂപടങ്ങളിലെ വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയിട്ട്, ഉദാഹരണത്തിന് മണ്ണ് അല്ലെങ്കിൽ സസ്യജാലങ്ങൾ, നൈസർഗിക സസ്യജാലങ്ങൾ, ഇങ്ങനെ ഓരോ ഭൗമോപരിതലത്തിലുള്ള ഓരോ പ്രത്യേക വിഷയങ്ങളെ പറ്റിയിട്ട് ഓരോ ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂപടത്തിന് വിളിക്കുന്നത് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ തീമാറ്റിക് മാപ്സ് അല്ലെങ്കിൽ തീമാറ്റിക് ഭൂപടങ്ങൾ എന്നും ചിലപ്പം ചോദിക്കാറുണ്ട്. മലയാളത്തിൽ തീമാറ്റിക് എന്ന് എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക, വിഷയാധിഷ്ഠിത ഭൂപടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ, അളവിൻ്റെ അല്ലെങ്കിൽ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വർഗീകരിക്കാമെന്നാണ്. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ടുള്ള തോത്? ഇനി അങ്ങോട്ട് നിങ്ങളുടെ ക്ലാസ് മുറിയുടെ രൂപരേഖ ഒരു നോട്ട്ബുക്കിൽ വരച്ച് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരുടെയും വരച്ച രൂപരേഖകൾ ഒരുപോലെയാണോ? അങ്ങനെ ആവില്ല അല്ലേ, നമ്മൾ ഓരോരുത്തരും ഓരോ സൈസിലായിരിക്കും വരയ്ക്കുക. അല്ല എന്ന് ബോധ്യമായില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പം കാരണം ഓരോരുത്തരും ഓരോ അളവിലാണ് വരയ്ക്കുന്നത്. കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല, അല്ലേ. നീളവും കാര്യങ്ങളെല്ലാവരും ഒരേ അനുപാതത്തിലല്ല എടുക്കുന്നത്. ഇതുപോലെയാണ് തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങളും തയ്യാറാക്കുന്നത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത്. ഓക്കെ, അപ്പോൾ ഈ തോത് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതം. ഓക്കെ, ഒരു ഭൂപടത്തിൻ്റെ തോത്. ഉദാഹരണമായി, ഈ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നാണെന്ന് കരുതും. അതായത് ഭൂപടത്തിൻ്റെ തോത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് തുല്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഭൂപടത്തിൽ നമ്മളിപ്പോൾ 1 സെൻറ്റിമീറ്റർ അളക്കുകയാണെങ്കിൽ ആ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്
നമ്മുടെ ഭൂമിയിലെ 1 കിലോമീറ്ററിന് തുല്യമാണ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൻ്റെ റോഡിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ നീളം 10 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് ഭൂമിയിലെ 5 കിലോമീറ്ററിന് തുല്യമാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഭൂമിയിലെ 5 കിലോമീറ്ററുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നമ്മൾ ഭൂപടത്തിലേക്ക് ആക്കുമ്പോൾ അത് 5 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് വരയ്ക്കുന്നു. കാരണം നമുക്ക് ആ ഒരു ചെറിയൊരു പേപ്പറിൻ്റെ ഉള്ളിൽ കൊള്ളിക്കണമല്ലോ. ഓക്കെ, അതാണ് ഇവിടെ ഈ തോത് എന്ന് പറയുന്ന കാര്യം. ഇനി അടുത്തത് തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം. അപ്പോൾ ഭൂപടങ്ങൾ എങ്ങനെ വർഗീകരിക്കാം? 2 രീതിയിൽ വർഗീകരിക്കാം അല്ലേ? വലിയ തോത് ഭൂപടങ്ങൾ എന്നും ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും. അപ്പോൾ ഇത് PSC ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്, ഒറ്റപ്പെട്ട തരം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ അല്ലേ? ഒരു ചെറിയ പ്രദേശത്തിനെ വലുതാക്കി കാണിക്കുക, അതാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് ഓർത്തിരിക്കുക. ചെറിയ തോത് ഭൂപടങ്ങളോ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. അതായത് ഒരു പ്രദേശത്തെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താൻ പറ്റില്ല, പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ അതിനെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. ഇതൊക്കെ അതായത് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു പ്രദേശം, ആ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണ് വലിയ തോത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണങ്ങളും ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് ഈ ധരാതലീയ ഭൂപടം ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട്. ഇനി ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം. ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രദേശമാണ് അല്ലേ? സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമോ അല്ലെങ്കിൽ മുഴുവൻ ലോകം അല്ലെങ്കിൽ ഭൂമി മൊത്തത്തിലുള്ള ഒരു ഭൂപടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ വിവരങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമുള്ള ഒരു ഭൂപടമായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ തോത് ഭൂപടം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തോതുകളുടെ ഉദാഹരണം നോക്കാം. ഓക്കെ, അപ്പോൾ വലിയ തോത് ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/2 കിലോമീറ്റർ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 കിലോമീറ്റർ. അങ്ങനെ ഒരു ചെറിയ ദൂരങ്ങളായിരിക്കും. ഓക്കെ, കാരണം നമ്മളൊരു വില്ലേജൊക്കെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ദൂരങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 1 സെൻറ്റിമീറ്റർ കുറച്ച് ദൂരത്തിന് ഈക്വൽ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതേമാതിരി ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സംസ്ഥാനം, രാജ്യം അല്ലെങ്കിൽ ലോകം മൊത്തത്തിലെടുക്കുകയാണ്. അപ്പം കുറച്ച് വലിയ ദൂരം ചെറുതാക്കിയിട്ട് നമ്മുടെ മാപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 25 കിലോമീറ്ററൊക്കെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ 10 കിലോമീറ്റർ. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ 2 ഉദാഹരണങ്ങൾ തന്നിട്ട് ഇതിൽ ഏതാണ് വലിയ തോത് ഭൂപടത്തിൻ്റെ തോത്, അതുപോലെ ചെറിയ തോത് ഭൂപടത്തിൻ്റെ തോത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, ഇനി അടുത്തത് ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഭൂപട വായന എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ശേഖരിക്കുക, എന്ത് നോക്കിയിട്ട്? ഭൂപടങ്ങൾ നോക്കിയിട്ട്. ഇതിനെയാണ് ഭൂപട വായന എന്ന് പറയുന്നത്. ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഭൂപടത്തിലുള്ള പ്രധാന ഘടകങ്ങൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണുള്ളത്. ആ 7 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഒറ്റയാൻ ഏത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അപ്പം ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തലക്കെട്ടാണ്. ഓക്കെ, തലക്കെട്ട് നമുക്കിത് അവിടെ കാണാം. കേരളം ഭൂപ്രകൃതി അല്ലേ, 1 എന്ന് എഴുതിയിട്ടുണ്ട്, അതാണ് തലക്കെട്ട്. ഇനി അടുത്തത് രണ്ടാമത്തേത് ഏതാ? തോത് അല്ലേ. തോത് എന്ന് എവിടെയാണ്? തോത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു സ്കെയിൽ പോലെ 0 മുതൽ 100 കിലോമീറ്റർ വരെ. ഇതാണ് തോത് മാർക്ക് ചെയ്തത്. അടുത്തത് മൂന്നാമത്തേത് ദിക്കാണ്. ദിക്ക് ഇവിടെ 3 എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് അല്ലേ. അങ്ങനെ 4 ദിക്കുകൾ അവിടെ മാർക്ക് വെച്ചിട്ടുണ്ട്. 4 5 എന്താണ്? അക്ഷാംശ രേഖയും രേഖാംശ രേഖയുമാണ്. 4 5 അല്ലേ. അപ്പം 4 ഇത് അവിടെ മാർക്ക് വെച്ചിട്ടുണ്ട് അല്ലേ. വിലങ്ങനെ വരച്ചിട്ടുള്ള ഈ കുത്തിട്ട വരകളാണ് അക്ഷാംശ രേഖയായിട്ട് കാണുന്നത്. അതായത് 5 എന്ന് എഴുതിയത് എന്താണ്? ഈ കുത്തനുള്ള വരകളല്ലേ, അതാണ് രേഖാംശ രേഖകൾ. ഇനി ആറാമത്തേത് അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ അല്ലേ. 6 ഇപ്പോൾ എവിടെയുള്ളത്? 6 ഈ നിറങ്ങൾ കൊടുത്ത് കണ്ടില്ലേ അല്ലേ, മെറൂണ് അല്ലെങ്കിൽ പച്ച, മഞ്ഞയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്? അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉദ്ദേശിച്ചത്. ഇനി ഈ നിറങ്ങൾ ഏഴാമത്തത് സൂചിക എന്ന് പറയും. സൂചിക എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ നിറങ്ങൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓരോ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ.
അപ്പോൾ അതിന് ഒരു ടേബിൾ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, അതാണ് സൂചിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7 ഘടകങ്ങൾ ഓർത്തിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത്. ഇനി അടുത്തത് തലക്കെട്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തലക്കെട്ട് എന്ന് പറയുന്നത് ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയെയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം 3 പ്രധാനപ്പെട്ട ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തലക്കെട്ട് കേരളം ഭൂപ്രകൃതി എന്ന് കൊടുത്തു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതാണ് കേരളം ഭൂപ്രകൃതി എന്ന തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഇനി തോത് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. തോത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയോ നദിയുടെയും നീളം കണ്ടെത്തുക. പിന്നീട് ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ നീളം അളന്നെടുക്കുക. ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി യഥാർത്ഥ നീളം കണ്ടെത്തുക. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്തിൻ്റെ ഭൂപടത്തിൽ 2 സ്ഥലങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം എത്രയാണെന്ന്, ഭൂമിയിലെ ദൂരം എത്രയാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഒരു നൂലെടുക്കുക, അല്ലെങ്കിൽ ചരട് എടുത്തിട്ട് 2 സ്ഥലങ്ങൾ തമ്മിൽ വെച്ച് നോക്കുക. ആ നീളം എത്രയാണെന്ന് നോക്കുക. ചിലപ്പോൾ എത്രയോ ഒരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ തോത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നിട്ടായിരിക്കും. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ നീളം നമ്മൾ നൂലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആയിരിക്കും? ഭൂമിയിൽ 5 കിലോമീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് ദൂരങ്ങൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്കാക്കുക. ഇനി അടുത്തത്, ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് PSC ചോദിക്കാറുണ്ട്, ഈ 3 രീതികൾ. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് നോക്കാം. പ്രസ്താവന രീതി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ഉദാഹരണമായി, ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ. അങ്ങനെയായിരിക്കും നമ്മുടെ ഭൂപടത്തിൽ എഴുതി വെക്കുക. 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ. അതുകൊണ്ടാണ് അതിന് പ്രസ്താവന രീതി എന്ന് പറയുന്നത്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധമാണ് ഇവിടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസ്താവന രീതി. 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുതന്നെയാണ് പ്രസ്താവന രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭിന്നക രീതി. ഭിന്നക രീതി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF എന്ന് ചുരുക്കി വിളിക്കാം. ഓക്കെ, അപ്പോൾ RF = 1:1 lakh. ഓക്കെ, 1:1,00,000. ഓക്കെ, അങ്ങനെയാണ് ഈ ഭിന്നക രീതി എഴുതുക. അങ്ങനെയായിരിക്കും മാപ്പിലുണ്ടാവുക. RF = 1:1 lakh. അപ്പോൾ അങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഭിന്നക രീതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതൊരു തോത് രേഖപ്പെടുത്തുന്ന രീതിയാണെന്നും ഓർത്തിരിക്കുക. എന്ന രീതിയിൽ തോതുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ഇതാണ് ഭിന്നക രീതി. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അനുപാതത്തിന്, ഓക്കെ, ഈസ്റ്റു എന്നുള്ള ചിഹ്നം, ഓക്കെ, അനുപാതത്തിന് അല്ലെങ്കിൽ കോളൻ കോളൻ ചിഹ്നമാണ് അവിടെ ഇടുന്നത്. അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവും, അതായത് ഇവിടെ ഇപ്പോൾ ഏതാണ്? RF = 1 അല്ലേ. ആ ഒരു ചിഹ്നത്തിന്, അനുപാത ചിഹ്നത്തിന് മുന്നേ നൽകിയിട്ടുള്ള നമ്പർ എത്രയാണ്? 1. അപ്പോൾ അത് ഭൂപടത്തിലെ അകലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. അതായത് 1,00,000 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉദാഹരണത്തിൽ അല്ലേ. അപ്പോൾ അതാണ് ഭൂമിയിലെ അല്ലെങ്കിൽ ഭൂതലത്തിലെ അകലം സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെൻറ്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതൂ. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെൻറ്റിമീറ്റർ, ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. 1,00,000 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് പ്രസ്താവന രീതിയിൽ നമ്മൾ അങ്ങനെയാണ് എഴുതിയത്. 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നാണ് എഴുതിയത്.
അതായത് അവിടെ 2 ഏകകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, അതേമാതിരി കിലോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് സമത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഭിന്നക രീതിയിൽ നമ്മൾ സെൻറ്റിമീറ്റർ കിലോമീറ്റർ വേറെ വേറെയല്ല, എപ്പോഴും ഒരേ ഏകകമാണ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ സെൻറ്റിമീറ്റർ മാത്രം, അല്ലെങ്കിൽ കിലോമീറ്റർ മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഉദാഹരണത്തിൽ എടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1,00,000 സെൻറ്റിമീറ്ററിന് തുല്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂപടത്തിലെ ദൂരവും 1,00,000 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ അല്ലെങ്കിൽ ഭൂതലത്തിലെ ദൂരവുമാണ്. അപ്പോൾ 1,00,000 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോമീറ്റർ തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് പ്രസ്താവന രീതിയിൽ പറയുന്നത് അതിന് തുല്യം തന്നെയാണ് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1,00,000 സെൻറ്റിമീറ്റർ എന്ന് ഈ ഭിന്നക രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ട്രിക്കി ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഭൂപടത്തിലുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തോത് രീതിയാണ് ഭിന്നക രീതി എന്നുള്ളത് ഓർത്തിരിക്കുക. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ മാത്രം. ഓക്കെ, ഇനി രേഖീയ രീതി, മൂന്നാമത്തെ രീതിയാണ് രേഖീയ രീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി. ഭൂപടങ്ങൾ നിരീക്ഷിച്ച് രേഖീയ രീതിയിലുള്ള തോതുകൾ പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ 0ന് വലതുവശത്തേക്ക് പോകുന്നത് എന്താ കാണിക്കുന്നത്? ഓരോ യൂണിറ്റും കിലോമീറ്ററിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് വലതുവശത്തേക്ക് അറ്റത്ത് കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി 0ൻ്റെ ഇടതുവശത്തേക്കുള്ള ആ ചെറിയ ദൂരങ്ങൾ, അതായത് 500, 1000 എന്ന് എഴുതിയത് എന്താണ് കാണിക്കുന്നത്? അത് മീറ്റർ ദൂരങ്ങളാണ് കാണിക്കുന്നത്. അതായത് 500 എന്ന് എഴുതി 500 മീറ്റർ, അല്ലെങ്കിൽ 1000 എന്ന് എഴുതിയത് 1000 മീറ്റർ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദിക്കുകളാണ്. ദിക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് N എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശത്തിൻ്റെ വടക്കിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഭൂപടത്തിൽ N എന്താണ് സൂചിപ്പിക്കുന്നത്? വടക്ക്, അല്ലേ? നോർത്തിൻ്റെ ഷോർട്ടാണ് N എന്ന് അവിടെ എഴുതുന്നത്. ഭൂപടത്തിൻ്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നുവെന്ന് കരുതൂ. അങ്ങനെയെങ്കിൽ ഒരു വടക്കു നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്കു നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാനാവൂ. ഓക്കെ, അപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം വടക്കു നോക്കി യന്ത്രം ഉപയോഗിക്കുക, എന്നിട്ട് നോർത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ നോർത്തിൻ്റെ സൈഡിലേക്ക് നമ്മുടെ മാപ്പിലുള്ള ക്രമീകരിച്ച് വെക്കുക. ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ മാർക്ക് നമ്മുടെ വടക്കു നോക്കി യന്ത്രത്തിൻ്റെ ആരോ മാർക്കിന് പാരലലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് വരുന്ന രീതിയിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാപ്പ് വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളാണുള്ളത്. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി മറിച്ചൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ പെട്ടുപോകരുത്. ആഗോളതലത്തിൽ, അതായത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറവും ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള എന്താണോ നമ്മൾ നിറം ചിഹ്നം ഉപയോഗിക്കുന്നത്, അതേ ചിഹ്നവും നിറം തന്നെയായിരിക്കും അമേരിക്കയിൽ ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഒരേ മാപ്പ് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പം കാരണം മനസ്സിലായില്ലേ അല്ലേ? ഇനി അടുത്തത് മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് ഈ നിറവും ചിഹ്നങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇനി കുറച്ച് നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളുണ്ട്. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയൊരു ടേബിളാണ്. ഇത് PSC ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ചിഹ്നങ്ങൾ തന്നിട്ട് അത് ചേരുംപടി ചേർക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ഈ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ തിരിച്ചും ചോദിക്കാം. സവിശേഷതകൾ തന്നിട്ട് ഇതിനെ സൂചിപ്പിക്കുന്ന നിറം എന്താണ്, ഭൂപടത്തിൽ എന്ത് നിറത്തിലാണ് സൂചിപ്പിക്കുന്നതെന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നതിന് പച്ചയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടും.
പക്ഷേ കൃഷിയിടങ്ങൾ ഇവിടെ കൺഫ്യൂഷൻ വരും. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചപ്പ് തോന്നാം, പക്ഷേ പച്ചയല്ല, മഞ്ഞയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്, കാരണം നമ്മൾ തെറ്റിപ്പോവാറുണ്ട്. ഓക്കെ, കൃഷിയിടം പച്ചയാണെന്ന് വിചാരിക്കും, പക്ഷേ മഞ്ഞയാണെന്നുള്ളത് ഓർത്തിരിക്കുക. പാർപ്പിടങ്ങൾ, റോഡുകൾ, ഇതിന് രണ്ടിനും ചുവപ്പ് നിറത്തിലാണ് കൊടുക്കാറുള്ളത്, ചുവപ്പ് നിറങ്ങളാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം അതിന് ചിഹ്നങ്ങൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നിറം സെയിം ആണ്, ചുവപ്പ്. ഇനി അടുത്തത് കറുപ്പ് നിറം കുറേ എണ്ണത്തിന് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ഓർത്തിരിക്കണം. തീവണ്ടിപ്പാതയ്ക്ക് കറുപ്പ് നിറമാണ് കൊടുക്കുക, അക്ഷാംശ രേഖയ്ക്കും രേഖാംശ രേഖയ്ക്കും കറുപ്പ് നിറമാണ് കൊടുക്കുക. അതുപോലെ ടെലിഫോൺ ലൈനില്ലേ, അതിനും കറുപ്പ് നിറമാണ് കൊടുക്കുക. ഇനി ജലാശയങ്ങൾക്ക് എന്ത് നിറ? നീലിയാണ് കൊടുക്കുക അല്ലേ. അതായത് ഇപ്പം എന്താണ്, നദി, അരുവി, അല്ലെങ്കിൽ കുളം, അല്ലെങ്കിൽ കിണർ, ഇതിനൊക്കെ നീല നിറമാണ് കൊടുക്കുക. ചിലപ്പോൾ ജലാശയം എന്നുള്ളതിന് പകരം PSC എങ്ങനെ ചോദിക്കാം, കിണർ, ഭൂപടത്തിലൊരു കിണറിന് എന്ത് നിറമാണ് കൊടുക്കുന്നത്, കുളത്തിന് എന്ത് നിറമാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, ഇതിനൊക്കെ തവിട്ട് നിറമാണ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ തവിട്ട് നിറമൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ടാറിട്ട റോഡ് അല്ലേ, റോഡുകൾക്ക് നമ്മൾ പറഞ്ഞു ചുവപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടാറിട്ട റോഡിനുള്ള ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പാരലൽ അല്ലെങ്കിൽ സമാന്തര വരകൾ വരച്ചിട്ടുണ്ട് ചുവപ്പ് നിറത്തിൽ, അത് ടാറിട്ട റോഡിൻ്റെ ചിഹ്നമാണ്. തീവണ്ടിപ്പാതൻ്റെ ചിഹ്നം കറുപ്പ് നിറത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അതുമാതിരി അരുവി, നദി, ഇതിൻ്റെയൊക്കെ ചിഹ്നം പ്രത്യേകത ഉണ്ടെന്ന് നോക്കാം. അരുവി എന്ന് പറയുന്നത് ചെറുതാണ്, അതുകൊണ്ടാണ് ഒരൊറ്റ വര കൊടുത്തിട്ടുള്ളത്. നദി എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുപ്പമുള്ളതാണ്, സ്രോതസ്സാണ്, അതുകൊണ്ടാണ് 2 വരകളുള്ളത്. അപ്പോൾ അതൊക്കെ നദി എന്ന് പറയുമ്പോൾ അതിന് പോഷക നദികളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് 2 വര ഉണ്ടാവുമെന്നൊക്കെ ആലോചിച്ച് വെക്കുക. ഇനി ക്രിസ്ത്യൻ പള്ളി നമുക്കറിയാം, മേലെ ഒരു കുരിശ് ഉണ്ടാവും. അതേമാതിരി ക്ഷേത്രം, അതേമാതിരി പള്ളീൻ്റെ ആ ചിത്രം നോക്കുക നിങ്ങൾ കണ്ടോ. ക്ഷേത്രത്തിൻ്റെ വെറും ആർച്ച് മാത്രമേ ഉള്ളൂ മുകളിൽ അല്ലേ, ഒരു ആർക്ക് ഷേപ്പാണുള്ളത്. പക്ഷേ മുസ്ലിം പള്ളീൻ്റെ മേലെ ഒരു വര കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ പാർപ്പിടങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ചുവപ്പ് നിറമാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ഷേപ്പിലാണുള്ളത്. പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ചിഹ്നം എങ്ങനെയാണ്, PO എന്ന് എഴുതി വെക്കുകയാണ് ചെയ്യുക. കിണർ നമ്മൾ നേരത്തെ പറഞ്ഞു നീലിയാണ്, പക്ഷേ ഒരു വട്ടത്തിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട്. ഓക്കെ, പോലീസ് സ്റ്റേഷൻ PS ആണ്. ഓക്കെ, അത് പലരും കൺഫ്യൂഷനായി പോകാറുണ്ട്. ഓക്കെ, അപ്പം പോലീസ് സ്റ്റേഷൻ PS, അതേമാതിരി പോസ്റ്റ് ഓഫീസ് POയുമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ കോട്ടയുടെ ചിഹ്നം അല്ലേ, ഒരു കോട്ടേൻ്റെ ചിഹ്നം, കോട്ടയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതുപോലെയാണ് ഏകദേശം ഉണ്ടാവുക. പിന്നെ പാലത്തിനും ചുവപ്പ് നിറമാണ് കൊടുക്കുന്നത്, ഒരു ചിഹ്നവും ഓർത്തിരിക്കുക. പിന്നെ കുളം, കുഴൽക്കിണർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നീല നിറമാണെന്ന് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ചിഹ്നം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, കുഴൽക്കിണർ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. പിന്നെ ശ്മശാനം എങ്ങനെയാണ് അല്ലേ, ശ്മശാനത്തിൻ്റെ ചിഹ്നം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സൂചികയും അക്ഷാംശ രേഖകളുമാണുള്ളത് അല്ലേ, ഭൂപടത്തിലെ അവസാനത്തെ 2 പ്രത്യേകതകൾ അല്ലേ. അതിൽ സൂചിക എന്താണെന്ന് നോക്കാം. മുകളിൽ നൽകിയിട്ടുള്ള രൂപരേഖയുടെ ഒരു സൂചിക തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ അല്ലേ. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടു അല്ലേ, അവസാനം ഈ ഓരോ നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഭൂപട വായനയ്ക്ക് അനിവാര്യമായൊരു ഘടകമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. അതൊരു പെട്ടിയായിട്ട് അവസാനം കൊടുക്കും. ഇനി അടുത്തത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതയുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ് അല്ലേ. അപ്പോൾ ഭൂമിയിലെ ഓരോ സവിശേഷതൻ്റെയും സ്ഥാനം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്തനിവാര്യമാണ്, അക്ഷാംശ രേഖാംശ രേഖകൾ അത്യാവശ്യമാണ്, അനിവാര്യമാണെന്നുള്ള ഒരു പോയിന്റ് ഓർത്തിരിക്കുക. സ്ഥാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രേഖകളാണിത് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഭൂപടങ്ങളിൽ നിന്ന് വിവരങ്ങൾ വായിച്ചെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇനി അത് എങ്ങനെ ശേഖരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത്. ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന ധാരണ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും അപഗ്രഥിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സങ്കേതങ്ങൾ നിലവിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഓക്കെ, ഇനി എന്താണ് വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്? ഓക്കെ, റിമോട്ട് സെൻസിങ്ങിൻ്റെ മലയാളമാണ് വിദൂര സംവേദനം എന്നുള്ളത് ഓർത്തിരിക്കുക.
ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അല്ലെ, വിദൂരം, അതായത് ദൂരെ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് അല്ലെങ്കിൽ രീതിയെയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ വസ്തു ആവാം, പ്രദേശമാവാം, അല്ലെങ്കിൽ പ്രതിഭാസമാവാം, ഓക്കെ, ഇതിനൊക്കെ പറ്റിയുള്ള വിവരങ്ങളാവാം. ഇനി അടുത്തത് അവസാനത്തെ വരി കൂടി നോക്കാം. ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി മാത്രമാണോ വിദൂര സംവേദനം? അല്ല, അല്ലേ. ക്യാമറ ഉപയോഗിക്കുന്നത് വിദൂര സംവേദനമാണ്. അത് ഉപയോഗിച്ചിട്ടും വിദൂര സംവേദനം ചെയ്യാം. പക്ഷേ അത് മാത്രമല്ല, ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ, അതായത് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ക്യാമറയും സ്കാനറും. ഇതൊക്കെ ഘടിപ്പിച്ചിട്ട് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. എന്തിലൊക്കെ? ബലൂണിലും വിമാനങ്ങളിലും പിന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ഉപകരണങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉപകരണങ്ങൾ, അതായത് ക്യാമറ, സ്കാനറുകൾ, ഇതൊക്കെയാണ് ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സംവേദകങ്ങൾ. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. ഈ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെ പറയുന്ന പേരെന്ത്? സംവേദകങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ മാറിപ്പോകരുത്. ഓക്കെ, ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ 3ആയി തരംതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ. പ്ലാറ്റ്ഫോമിൻ്റെ മേലെയാണ് ഈ ക്യാമറ, സ്കാനർ ഇതൊക്കെ പിടിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ആ 3 പ്ലാറ്റ്ഫോമുകൾ? ഒന്ന് ഭൂതല വിദൂര സംവേദനം എന്ന് പറയാം. രണ്ടാമത്തെ കാറ്റഗറി ആകാശീയ വിദൂര സംവേദനം എന്ന് പറയാം. മൂന്നാമത്തെ കാറ്റഗറി ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയാം. അപ്പം ആദ്യത്തേത് ഭൂതല വിദൂര സംവേദനം. അത് ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരാൾ കണ്ടില്ല, ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു പ്രദേശത്തിൻ്റെ ചിത്രം എടുക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തി ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് ഭൂമിൻ്റെ വിവരങ്ങൾ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ശേഖരിക്കുന്നു. ഇനി ആകാശീയ വിദൂര സംവേദനം എന്താണ്? ആ പേരിലുള്ള പോലെ തന്നെ ആകാശത്തുനിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത്. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. അപ്പോൾ ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരേണ്ടത് ആകാശം, അവിടെ ഒരു വിമാനത്തിലുള്ള ക്യാമറ വഴി ഫോട്ടോസ് ശേഖരിക്കുന്നു. ഇനി ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുമ്പം നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട് അല്ലേ. അപ്പം ഈ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി, സംവേദകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ക്യാമറ, സ്കാനർ ഇതൊക്കെ അല്ലേ. അപ്പോൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണുള്ളത്. അവയിൽ ചിലത് താഴെ കൊടുക്കുന്നു. ഓക്കെ, വിദൂര സംവേദനത്തിൻ്റെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് ആധുനിക കാലത്ത്. ഒന്ന്, നമുക്ക് ഈ വിദൂര സംവേദനം വഴി കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് കാലാവസ്ഥാ പഠനം നടത്താൻ പറ്റും. പിന്നെ കാർഷിക മേഖലയിലെ പഠനം നടത്താൻ പറ്റും. പിന്നെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത എവിടെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്താനും ഈ വിവരങ്ങളൊക്കെ സഹായിക്കും. ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS. ഈ GISൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. ഏറ്റവും അവസാനത്തെ വരിയിലുണ്ട്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതികവിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഭൂപട വിശകലനം ചെയ്തിട്ടോ അല്ലെങ്കിൽ വിദൂര സംവേദനം വഴിയോ നമ്മൾ ഭൂമിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ
എന്താണ് കളക്ട് ചെയ്യുന്നു അല്ലേ, ശേഖരിക്കുന്നു വിവരങ്ങൾ. ആ വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്താക്കും, വിവിധ തരത്തിലുള്ള പട്ടികകൾ ഉണ്ടാക്കും, ഗ്രാഫുകൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്രാഫുകളും പട്ടികകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഡയഗ്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഉപയോക്താവുണ്ട്, താഴെ ഇരിക്കുന്നുണ്ട്. ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഓക്കെ, ഇടതുവശത്ത് അല്ലേ. പിന്നെ നടുവിലേക്ക് വരികയാണ്. ഒരു ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. ഇനി അടുത്തത് മൂന്നാമത്തത്, ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഓക്കെ, അത് എവിടേക്ക് എത്തുന്നു? ഉപയോക്താവിലേക്ക് എത്തുന്നു. ഇനി അടുത്തത് ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന ഏതാനും മേഖലകളാണ് ചുവടെ നൽകിയിട്ടുള്ള ആശയപടത്തിലുള്ളത്. ആശയപടം നിരീക്ഷിച്ച അവയവതലമെന്ന് തിരിച്ചറിയും. അപ്പോൾ ഏതൊക്കെയാണ്? വ്യവസായമുണ്ട്, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം. ഇതിനൊക്കെ ഭൂവിവര വ്യവസ്ഥ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ GIS സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന മേഖലകളാണ് ഇവിടെയൊക്കെ. ഓക്കെ, ഇതൊക്കെ എന്താണ് ചിലപ്പം എന്താണ് പല സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നില്ല. ഭൂവിവര വ്യവസ്ഥ വിഭവ പരിപാലനത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോകരുത്, ഉണ്ടാവോ ഇല്ല എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ, ഈ മേഖലകളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് GPS. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS എന്താണ്? ഒരു വിമാനം ഇപ്പോൾ ആകാശത്തിലൂടെ പറക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം, എത്ര ഉയരത്തിലാണ്, അത് ഏത് ദിശയിലാണ് പറക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിച്ചേരാൻ എത്ര സമയമെടുക്കും, ഇതൊക്കെ നമുക്ക് കണക്കാക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് GPS. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. അതുപോലെ തന്നെ ആകാശത്തിലുള്ളത് മാത്രമല്ല, ഭൂമിയിലുള്ള ഒരു വസ്തുവിൻ്റെ ഉയരം കാണാനും അല്ലെങ്കിൽ അത് നിൽക്കുന്ന അക്ഷാംശ, രേഖാംശ സ്ഥാനം കാണാനൊക്കെ ഈ GPS നമ്മളെ സഹായിക്കും. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പം ഭൂമിയിൽ ചലിക്കാതെ നിൽക്കുന്ന വസ്തു മാത്രമല്ല, ചലിക്കുന്ന വസ്തുക്കളുടെയും ഈ പ്രത്യേകതകളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങി മിക്ക വാഹനങ്ങളിലും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പം GPS പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള ഓർത്തിരിക്കുക. പല വാഹനങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കപ്പൽ, വിമാനങ്ങളിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യപുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിൻ്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS ഇതൊക്കെ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യപുരോഗതിക്കും വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതുപോലെ മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതിനും ഉപയോഗപ്രദമാവുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. ഓക്കെ, അപ്പോൾ ഭുവൻ ISROയുമായി കണക്റ്റഡ് ആണെന്ന് ഓർത്തിരിക്കുക. അതൊരു ഭൂപട നിർമ്മാണ സംവിധാനമാണെന്ന് ഓർത്തിരിക്കുക. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയുള്ള ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചറിയും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇനി ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, എക്സ്ട്രാ കാര്യങ്ങളാണ്, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആണ്, PC ചോദിക്കാം. ഓക്കെ, ഭൂപടം ഇടത് സൈഡിലും വലതുവശത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളുമാണ്.
ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിരുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ഭൗമോപരിതല സവിശേഷതകളായ പർവ്വതങ്ങൾ, നദികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, വനഭൂമികൾ, സമുദ്രങ്ങൾ തുടങ്ങിയവ. ഇനി ഗതാഗത ഭൂപടത്തിലോ? പ്രധാന റോഡുകൾ, ദേശീയ സംസ്ഥാന പാതകൾ, റെയിൽവേ, ജലഗതാഗത മാർഗങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. മണ്ണ് ഭൂപടം വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്ത മണ്ണിനങ്ങൾ, മണ്ണിൻ്റെ ഘടന, ഫലപുഷ്ടി തുടങ്ങിയവ ഉണ്ടാവും. വിഭവ ഭൂപടമാണെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ, ഭൂവിനിയോഗം, സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഭൂവിനിയോഗം എവിടെയാണ്? വിഭവ ഭൂപടത്തിലാണ്. എന്താണ് തെറ്റ്? എന്താണ് ചിലപ്പോൾ നമ്മൾ മണ്ണ് ഭൂപടമാണെന്ന് കൺഫ്യൂഷൻ ആവും. അങ്ങനെയല്ല. ഓക്കെ, ഭൂവിനിയോഗം അതായത് ഒരു ഭൂമി എന്തൊക്കെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഭൂപടം. ഓക്കെ, മാറിപ്പോരുത്. ഇനി കാലാവസ്ഥ ഭൂപടം വിവിധ കാലാവസ്ഥാ മേഖലകൾ, താപനില, അന്തരീക്ഷ സ്ഥിതി തുടങ്ങിയവ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചിരുന്നു ചില ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും എന്താണ് വേർതിരിച്ച് എഴുതാനൊക്കെ അല്ലേ. അപ്പം അതിൻ്റെ കുറച്ചും കൂടി എന്താണ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭൗതിക ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഭൂപ്രകൃതി ഭൂപടം, മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, അതുപോലെ നദീ വ്യവസ്ഥ ഭൂപടം. ഓക്കെ, ഇനി സാംസ്കാരിക ഭൂപടങ്ങൾ എന്താണ്? അതായത് കൃത്രിമമായിട്ടുള്ളതാണ്. മറ്റേതല്ല. ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഭൂപടങ്ങളാണ്. എന്നാൽ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ? രാഷ്ട്രീയ ഭൂപടമുണ്ട്, ജനസംഖ്യാ ഭൂപടമുണ്ട്, സാമ്പത്തിക ഭൂപടമുണ്ട്, ഗതാഗത ഭൂപടമുണ്ട്. ഓക്കെ, ഇനി ഉപഗ്രഹ വിദൂര സംവേദനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിശാലമായ ഭൂപ്രദേശത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. എത്തിപ്പെടാൻ കഴിയാത്ത ഭൂപ്രദേശത്തിൻ്റെ വിവരങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ശേഖരിക്കാം. നിശ്ചിത ഇടവേളകളിൽ വിവരശേഖരണം സാധ്യമാണ്. സംഖ്യാരൂപത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങളെ ഉപഗ്രഹ ചിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? സംഖ്യാരൂപത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങളാണ് അതിനെ ഉപഗ്രഹ ചിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഓരോ പ്രദേശത്തും കാലികമായി വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു. ഇതൊക്കെ എന്തിൻ്റെയാണ്? ഉപഗ്രഹ വിദൂര സംവേദനത്തിൻ്റെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ സവിശേഷതകളാണ്. ഇനി ഉപഗ്രഹ വിദൂര സംവേദനം കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വാർത്താവിനിമയം സാധ്യമാണ്. ഭൂപ്രദേശങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ ഉപഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നല്ല ഭൂപ്രദേശങ്ങളും കാലാവസ്ഥയും ഓരോ സ്ഥലത്തുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഈ ഉപഗ്രഹ വിദൂര സംവേദനം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ വീക്ഷിക്കാൻ മുകളിൽ നിന്ന് ഈ ഉപഗ്രഹങ്ങൾ വഴിയുള്ള വിദൂര സംവേദനം സഹായിക്കുന്നുണ്ട് അല്ലേ. പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന് പ്രകൃതിക്ഷോഭങ്ങളായ വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് ഭൂപട നിർമ്മാണത്തിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതായത് GIS അല്ലേ, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൂടാതെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ ഭൂവിവര വ്യവസ്ഥകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നഗരാസൂത്രണം, അടിയന്തര സേവനങ്ങൾക്ക്, പൊതുജനാരോഗ്യം, പിന്നെ കാലാവസ്ഥ, വാണിജ്യം, വിപണനം, ഇതിൻ്റെയൊക്കെ എന്താണ് ഈ മേഖലകളിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി GPS അല്ലേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന മേഖലകൾ എന്തൊക്കെയാണ്? പോലീസ് വാഹനങ്ങളിലും ആംബുലൻസുകളിലും ഉപയോഗിക്കുന്നുണ്ട്. മത്സ്യബന്ധന ബോട്ടുകളിൽ, റെയിൽ, റോഡ്, വ്യോമഗതാഗതം എന്നിവയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ ഒരു മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതി, വാർത്താവിനിമയ സംവിധാനങ്ങൾ പാടെ തകർന്ന പ്രദേശത്ത് അടിയന്തര സഹായം നൽകാനൊക്കെ ഈ GPS ഉപയോഗപ്രദമാവുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തിനൊക്കെയാണ്? വിവരശേഖരണത്തിനും പഠനത്തിനും ഈ GPS ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനും GPS സഹായകമാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികൾക്ക് GPS പട്ട ഘടിപ്പിക്കുന്നു.
ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികൾക്ക് എന്താണ് ഘടിപ്പിക്കുന്നത്? GPS പട്ടയാണ് ഘടിപ്പിക്കുന്നത്. അടുത്തത് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ആ ഒരു ഫുൾ ഫോം ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമാണ് IRNSS. GPS എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. IRNSS എന്ന് പറയുന്നത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമാണ്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ചൈന, ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെ 1500 കിലോമീറ്റർ ചുറ്റളവ് ഇതിൻ്റെ പരിധിയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ എത്രത്തോളം കിലോമീറ്ററാണ് ചുറ്റളവാണ് പരിധിയിൽ വരുന്നത്? 1500 കിലോമീറ്റർ ചുറ്റളവാണ് IRNSSൻ്റെ പരിധിയിൽ വരുന്നത്. പിന്നെ ഇന്ത്യ മാത്രമല്ല, വേറെ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? പാകിസ്ഥാൻ, ചൈന, ഇന്ത്യൻ മഹാസമുദ്രം ഒക്കെ ഈ IRNSSൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ പ്രധാനമായിട്ടും മാപ്പുകളെ പറ്റി അല്ലെങ്കിൽ ഭൂപടങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ കൂടുതൽ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടും അവസാനം നമ്മൾ പഠിച്ചു. ഇതിനകത്തു നിന്നൊക്കെ PSC ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 10ാമത്തെ ചാപ്റ്ററുമായിട്ട്. താങ്ക് യു.